പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 30 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 30 ചോദ്യങ്ങളും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. 30 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയ മലയാളി. ഉത്തരം VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്നിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു മലയാളിയായ VP മേനോൻ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ആരുടെ വാക്കുകളാണിത്? വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ആരുടെ വാക്കുകൾ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിന്റെ വാക്കുകളാണിവ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരുടെ വാക്കുകളാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരുടെ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിവ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ഏത്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ഏത്? ഉത്തരം ലയന കരാർ. അടുത്ത ചോദ്യം. ലയനക്കരാർ അനുസരിച്ച് ഏതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങളാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത്? ലയനക്കരാർ അനുസരിച്ച് ഏതിൻ്റെയൊക്കെ നിയന്ത്രണങ്ങളാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടിയിരുന്നത്? ഉത്തരം പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണങ്ങളാണ് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്നിരുന്നത്. അടുത്ത ചോദ്യം. വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മേഘേദാഖധാര എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മേഘേദാഖധാര എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം ഋത്വിക് ഘട്ടക്. അടുത്ത ചോദ്യം. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വ്യക്തിയെ തിരിച്ചറിയുക. 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. വ്യക്തിയെ തിരിച്ചറിയുക. 1894 പാലക്കാട് ജില്ലയിൽ ജനിച്ചു. ഒറ്റപ്പാലത്താണ് ജനിച്ചത്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. ഉത്തരം VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മലയാളിയായ സെക്രട്ടറി ആയിരുന്നു VP മേനോൻ. അടുത്ത ചോദ്യം. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഏത് രാജ്യത്തിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നിവ ഏത് രാജ്യത്തിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു? ഉത്തരം ഫ്രാൻസ്. 1954 പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, യാനം എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെടുന്നത്. ഗോവ, ദാമൻ, ദിയു എന്നീ പോർച്ചുഗൽ അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം ഏതാണ്? ഗോവ, ദാമൻ, ദിയു എന്നീ പോർച്ചുഗൽ അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1961. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന കാലയളവ്. ഉത്തരം 1951, 1952. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ചോദ്യം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരത്തിൽ ഏർപ്പെടുകയും മരണമടയുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരത്തിൽ ഏർപ്പെടുകയും മരണമടയുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം പോറ്റി ശ്രീരാമലു. അടുത്ത ചോദ്യം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ച വർഷം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ച വർഷം. ഉത്തരം 1953.
പോറ്റി ശ്രീരാമലു നിരാഹാര സമരത്തിൽ ഏർപ്പെടുകയും 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കുകയും തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി കമ്മീഷൻ. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം HN കുൻസ്രു, മലയാളിയായിട്ടുള്ള KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ മറ്റംഗങ്ങൾ HN കുൻസ്രു, KM പണിക്കർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഉത്തരം 1956. അടുത്ത ചോദ്യം, 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തെ തുടർന്ന് രൂപീകരിച്ച സംസ്ഥാനങ്ങളുടെ എണ്ണം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തെ തുടർന്ന് രൂപീകരിച്ച സംസ്ഥാനങ്ങളുടെ എണ്ണം. ഉത്തരം 14. അടുത്ത ചോദ്യം, 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പ്രകാരം രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം രൂപീകരിച്ച കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. ഉത്തരം 6. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഗുൽസാരി ലാൽ നന്ദയാണ് പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. പ്രഥമ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷന്റെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ആസൂത്രണ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. അടുത്ത ചോദ്യം, സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം. ഉത്തരം 1951. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെ? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെ? ഉത്തരം ഭിലായ് ആൻഡ് ബൊക്കാറോ. അടുത്ത ചോദ്യം, റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ഏത്? റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ഏത്? ഉത്തരം ജർമ്മനി. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ഏത്? ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ഏത്? ഉത്തരം ബ്രിട്ടൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഉത്തരം ബക്രാനങ്കൽ പദ്ധതി. അടുത്ത ചോദ്യം, കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതെന്ന്. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്ന്. ഉത്തരം 1952 ഒക്ടോബർ 2 ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അടുത്ത ചോദ്യം, ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായ വർഷം. ഉത്തരം 1969. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ടില്ല. ഇത് 30 ചോദ്യങ്ങൾ പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 2 വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.